പാഠം 8 അസത്യവും നുണയും. ഒരു നാൾ ഒരു ചെറുപ്പക്കാരൻ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ അന്തേവാസിയായി എത്തി. ആ ചെറുപ്പക്കാരൻ കോളേജ് പഠനം പൂർത്തിയാക്കിയാണ് ആശ്രമത്തിൽ വന്നത്. ബാപ്പുജിയുടെ വാക്കിലും പ്രവൃത്തിയിലും മതിപ്പ് തോന്നിയാണ് അയാൾ എത്തിയത്. സബർമതിയിൽ വസിക്കാൻ ആര് വന്നാലും അവർ എന്തെങ്കിലും ജോലി ചെയ്തേ മതിയാവൂ. അധ്വാനത്തിന് അത്ര മാഹാത്മ്യമായിരുന്നു ഗാന്ധിജി നൽകിയിരുന്നത്. ആ ചെറുപ്പക്കാരനും ഗാന്ധിജി ഒരു ജോലി നൽകി. 3 മാസത്തേക്കായിരുന്നു ആ ജോലി. ആശ്രമമുറ്റവും പരിസരവും വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു അയാൾക്ക്. ചെറുപ്പക്കാരന് ജോലി നന്നേ ഇഷ്ടപ്പെട്ടു. ആഹ്ലാദത്തോടെ അയാൾ ആ ജോലി ഏറ്റെടുത്തു. ചെറുപ്പക്കാരന് കുട്ടികളെ നന്നേ ഇഷ്ടമായിരുന്നു. അവരോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെടാനും അയാൾക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉത്സാഹമായിരുന്നു താനും. ആശ്രമത്തിലുള്ള കുട്ടികളുമായി ചെറുപ്പക്കാരൻ നല്ല ചങ്ങാത്തമായി. കുട്ടികളുടെ പ്രിയപ്പെട്ടവനായി മാറി. അധികം വൈകാതെ അയാൾ ഒരു ദിവസം മുറ്റമടിച്ച് വൃത്തിയാക്കിയ ശേഷം വിശ്രമിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. അപ്പോഴാണ് ആശ്രമത്തിൽ താമസിക്കുന്ന 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അതുവഴി വന്നത്. അവൾ അയാളെ കണ്ട് പുഞ്ചിരിച്ചു. അയാളും പുഞ്ചിരിച്ചു. ആ സമയം ചെറുപ്പക്കാരൻ കീശയിൽ നിന്ന് ഒരു ചെറു നാരങ്ങയെടുത്ത് അവളുടെ നേരെ നീട്ടി. അവൾക്ക് നാരങ്ങ ഇഷ്ടമായി. അത് വാങ്ങാൻ അവൾ അയാളുടെ സമീപത്തേക്ക് ചെന്നു. കുട്ടി അടുത്തെത്തിയപ്പോൾ അയാൾ ഒരു കുസൃതി ഒപ്പിച്ചു. അവൾക്ക് തൊടാനാവാത്ത ഉയരത്തിൽ നാരങ്ങ പൊക്കിപ്പിടിച്ചു. എന്നിട്ട് എടുത്തുകൊള്ളാൻ പറഞ്ഞു. നിരാശയോടെ അവൾ പിന്തിരിയാൻ തുടങ്ങിയപ്പോൾ അയാൾ നാരങ്ങ താഴ്ത്തി കാണിച്ചു. വീണ്ടും ഇതെല്ലാം ആവർത്തിച്ചു. ഇങ്ങനെ ഒത്തിരി നേരം അയാൾ ആ പെൺകുട്ടിയെ വട്ടം കറക്കി. അവൾ ക്ഷീണിച്ചു, കരയാനും തുടങ്ങി. അവൾ വിങ്ങി തുടങ്ങിയപ്പോൾ അയാൾ വിഷമിച്ചു. എങ്ങനെയും അവളെ അനുനയിപ്പിക്കണം. നാരങ്ങ അവൾക്ക് നൽകാനും ആവില്ല. കാരണം അത് ആശ്രമത്തിലെ ഒരു രോഗിക്ക് നൽകാനുള്ളതാണ്. അയാൾ പിന്നെ ഒരു സൂത്രം പ്രയോഗിച്ചു. നാരങ്ങയെടുത്ത് അവളെ കാണിച്ചു. എന്നിട്ട് തൊട്ടടുത്ത പുഴയിലേക്ക് ഒറ്റ ഏറ് എറിയുന്നത് പോലെ ഭാവിക്കുകയായിരുന്നു അയാൾ. പെൺകുട്ടി കാണാതെ വിദഗ്ധമായി അയാൾ നാരങ്ങ കീശയിൽ ഒളിപ്പിച്ചു. അയ്യോ കഷ്ടം, എന്തിനാ പുഴയിൽ കളഞ്ഞത്? പെൺകുട്ടി കണ്ണീര് തുടച്ചു കൊണ്ട് ചോദിച്ചു. അത് പോയി, അറിയാതെ പറ്റിയതാണ്. കളയാനല്ല ആംഗ്യം കാട്ടിയത്, പക്ഷേ കയ്യിൽ നിന്ന് പോയി എന്ന് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പോകട്ടെ, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല, ആ പെൺകുട്ടി പറഞ്ഞു. നിമിഷങ്ങൾക്കകം അവർ സുഹൃത്തുക്കളായി. നാരങ്ങയുടെ കാര്യവും പെൺകുട്ടി മറന്നു. രണ്ടുപേരും കൂടി രോഗിയുടെ മുറിയിലേക്ക് നടന്നു. പോകുന്ന വഴി ഇതൊന്നും ഓർക്കാതെ ചെറുപ്പക്കാരൻ കീശയിൽ നിന്നും തൂവാല എടുത്തു. ഒളിപ്പിച്ചു വെച്ചിരുന്ന നാരങ്ങ അബദ്ധത്തിൽ തറയിൽ വീണുരുണ്ടു. ആശ്ചര്യമെന്ന് പറയട്ടെ, നാരങ്ങ എടുക്കാൻ പെൺകുട്ടി ഓടിയില്ല. അവൾ ഇമ പൂട്ടാതെ നാരങ്ങയിൽ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് നുണ പറഞ്ഞു, കടുത്ത നുണ. നാരങ്ങ കീശയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പുഴയിലേക്ക് എറിഞ്ഞുവെന്ന് കള്ളം പറഞ്ഞു. നിങ്ങളൊരു മഹാനുണയനാണെന്ന് ഞാൻ ബാപ്പുവിനോട് പറഞ്ഞു കൊടുക്കും. പെൺകുട്ടി പറഞ്ഞതാണ്. അവളെല്ലാം ഗാന്ധിജിയോട് പറഞ്ഞു.
ഗാന്ധിജി അവളെ ആശ്വസിപ്പിച്ചു. സായാഹ്നം കഴിഞ്ഞു. പ്രാർത്ഥനാ യോഗം തീർന്നു. ഗാന്ധിജി ചെറുപ്പക്കാരനെ വിളിച്ചു. എല്ലാം ഒരു കുസൃതിയായിരുന്നുവെന്ന് ചെറുപ്പക്കാരൻ തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. ഗാന്ധിജിയും ആ തമാശയിൽ രസിച്ചു. അല്പം കഴിഞ്ഞ് ആ മുഖത്ത് തമാശ മാഞ്ഞു, ഗൗരവം വന്നു. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ചെറുപ്പമാണ്, കുറച്ചുകൂടി വിവേകം ഉറച്ചയാൾ. ആ കുട്ടിയോ നന്നേ ബാല്യം, അവൾക്ക് സത്യമേ അറിയാവൂ. അവളോട് തമാശയ്ക്ക് പോലും നുണ പറയരുത്. അസത്യത്തിന്റെ മറ്റൊരു പേരാണ് നുണ. തമാശയിൽ തുടങ്ങി കുട്ടികൾക്കത് ശീലമാകും. ഒരു തലമുറയാണ് നശിക്കുക. ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു. ഗാന്ധിജിയുടെ വാക്കുകളിൽ കുടികൊണ്ട സത്യത്തിന്റെ ശക്തി ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു.